മാനനഷ്ട കേസിൽ ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനെതിരെ നടപടി വൈകുന്നതിനെതിരെ CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. ജസ്റ്റിസ് വി.ജെ. അരുൺ ഹർജി പരിഗണിക്കും. ബി.ജെ.പിയിൽ ചേരാൻ ജയരാജൻ നേതാക്കളുമായി ചർച്ച നടത്തിയെന്നും ദല്ലാൽ നന്ദകുമാറുമായി ഹോട്ടലിൽ തന്നെ കണ്ട് ഇക്കാര്യം സംസാരിച്ചുറപ്പിച്ചെന്നും പിന്നീട് പിന്മാറിയെന്നുമായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പ്രസ്താവന. കൊച്ചിയിൽ നിന്ന് ഷപ്ന സേത് ചേരുന്നുണ്ട്. ഷപ്ന, കേസ് ഇപ്പോൾ എപ്പോഴാകും പരിഗണനയ്ക്ക് വരിക? കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ജയരാജൻ ജൂൺ 11 കണ്ണൂർ കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. മാനനഷ്ട കേസാണ് നൽകിയത്. ജൂലൈ 25 പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്താൻ കേസ് ഡിസംബറിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഈ നടപടി കേസ് നടത്തിപ്പിൽ കാലതാമസവും തനിക്ക് പരിഹരിക്കാനാവാത്ത നഷ്ടവും ഉണ്ടാക്കി എന്നതാണ് ഇ.പി. ജയരാജൻ ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ മാനനഷ്ട കേസ് നൽകി അത് വൈകുന്നതിനെതിരെയാണ് ഈ ഹർജി കോടതിയിൽ സമർപ്പിച്ചത്. എത്രയും വേഗം കേസിലെ തുടർ നടപടികൾ സ്വീകരിക്കാൻ മജിസ്ട്രേറ്റ് കോടതിയോട് നിർദ്ദേശിക്കണം എന്നാണ് ആവശ്യം. ഇന്നിപ്പോൾ ഈ കേസ് ഏകദേശം ഉച്ചയോടുകൂടി ഹൈക്കോടതി പരിഗണനയിൽ എത്തിയേക്കും. കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ഇന്ന് പരിഗണിക്കാനായി മാറ്റിയത്. ഈ സംഭവത്തിൽ അന്ന് മുതൽ, അതായത് ഏതൊക്കെ സമയം മാധ്യമങ്ങളെ കാണുമ്പോഴും ഇ.പി. ജയരാജുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോഴും ഈ പ്രസ്താവന ആവർത്തിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ ഇന്നിപ്പോൾ ഈ കോടതി ഈ ഒരു വിഷയം പരിഗണനയ്ക്ക് വരുന്ന സമയത്തും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെ ആയിരിക്കില്ലേ വരിക, ഷപ്ന? ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നേരത്തെ തന്നെ ഈ ആക്ഷേപം ശോഭാ സുരേന്ദ്രൻ ഇത്തരം ഒരു പ്രസ്താവന നേരത്തെ തന്നെ നടത്തിയിരുന്നു. അത് പലതവണ ആവർത്തിക്കുകയും ചെയ്തു. പിന്നീടാണ് ഇ.പി. ജയരാജൻ ഇത്തരത്തിൽ മാനനഷ്ട കേസ് കൊടുക്കുന്നത്. മാനനഷ്ട കേസ് കണ്ണൂർ കോടതി വൈകിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയ ഹർജിയിലെ പരാമർശം തന്നെ. ഇനിയിപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് കേസ് വേഗത്തിലാക്കുക എന്ന നടപടി ആണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ രീതിയിൽ കോടതി ഇടപെട്ടാൽ ഈ കണ്ണൂർ കോടതിയിലെ കേസ് നടപടികൾ വേഗത്തിലാക്കാനാണ് ഇ.പി. ജയരാജൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഏതായാലും കോടതി ഇന്ന് ഇതിൽ ഫൈനൽ ഹിയറിംഗ് ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് വിധി പ്രസ്താവങ്ങളൊന്നും തന്നെ ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. ശരി ശരി.